വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഡയമണ്ട് കട്ട്സ്. അപ്പോൾ നമുക്കിന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ ചെയ്യാം. ആദ്യം ഒരു ബോൾ എടുക്കാം. ഈ ബോളിലേക്ക് 2 കപ്പ് മൈദ, ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഡയമണ്ട് കട്ട്സിന് നല്ലൊരു മയം കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ചപ്പാത്തിക്ക് കഴിക്കുന്ന പോലെ തന്നെ. ഇച്ചിരി ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. ഒത്തിരി വെള്ളം കൂടി കഴിക്കുവാണെങ്കിൽ എണ്ണ വല്ലാണ്ട് കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിക്ക് കഴിക്കുന്ന പോലെ തന്നെയാണ്, ഇച്ചിരി ഫേമർ ആയിരിക്കും ഡോ. ഇതൊന്ന് ഷേപ്പ് ചെയ്യുക. ഷേപ്പ് ചെയ്തിട്ട് വെറ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് 15 മിനിറ്റ്സ് മാറ്റി വെക്കാം. നമ്മുടെ ഡോ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ്സോളമായി. ഇനി നമുക്കത് തിൻ ഷീറ്റ്സ് ആയിട്ട് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ആവശ്യത്തിന് പൊടിയിടാം. പരത്താനായിട്ട് ആവശ്യത്തിന് ഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിൻ ഷീറ്റ്സ് ആയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തി ഫ്ലവർ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അല്ല നമുക്ക് എടുക്കുമ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ പൊട്ടിപ്പിടിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് ഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കി വെക്കാം. ഓയിൽ ചൂടാകുന്ന സമയം കൊണ്ട് ഡയമണ്ട് കട്ട്സ് എല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ എഡ്ജസ് വരുമ്പോൾ ചെറിയൊരു തിക്നെസ് കൂടുതലുണ്ടാവും. അതുകൊണ്ട് അവിടെ മാത്രം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണേ. ഇത് വേസ്റ്റായി പോകത്തില്ല. നമ്മൾ അടുത്ത് റീറോൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കും. നമുക്ക് ഡയമണ്ട്സ് ഷേപ്പ് കൊടുക്കാം. ഞാനിപ്പോൾ പിസ്സ കട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം നൈഫ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെ ലൈൻസ് കൊടുത്തു. അതിന് ഓപ്പോസിറ്റായിട്ട് ഡയഗണലി അടുത്ത ലൈൻസ് കൂടെ കൊടുക്കുക. അപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ പെർഫെക്റ്റ് ഇതൊന്നും ആയിരിക്കത്തില്ല. ഏകദേശം കൈ വെച്ച് നമ്മൾ അളന്നൊന്നും അല്ല ചെയ്യുന്നത്. ഏകദേശം ഒരു ഊഹം വെച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഡയമണ്ട് ഷേപ്സ് കിട്ടും. ഓക്കെ, ഇത് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം തിക്കാണെങ്കിൽ ഒത്തിരി തിക്കായി പോലെ നമ്മൾ തിന്നായിരിക്കണം. എത്രയും തിന്നാണോ അത്രയും നല്ല ക്രഞ്ചി ആയിരിക്കും ഡയമണ്ട് കട്ട്സ്. തിക്കാണെങ്കിൽ ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അവിടെ തിന്നായിട്ട് വരുത്തുക.
ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്യുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഗോൾഡൻ ബ്രൗൺ ആയി പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുമ്പോൾ സാധാരണ ഷുഗർ വിളയിക്കും. ലാസ്റ്റ് ഷുഗറും വെള്ളം കൂടെ വിളയിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കോട്ടിങ് കൊടുക്കും. അതിന് പകരം ഞാൻ ഇച്ചിരി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനം ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൗഡർ ഷുഗർ ഇങ്ങനെ ഡസ്റ്റ് ചെയ്യും. ഓരോ പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറിലും അപ്പോൾ നമുക്ക് ഷുഗർ മധുരവും കിട്ടും, പ്ലസ് വിളയിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ചൂടോടാകുമ്പം അതെല്ലാം ഷുഗർ കോട്ടഡ് ആയിക്കോളും. അടുത്ത ബാച്ച് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഡയമണ്ട് കട്ട്സ് ഫുൾ നമ്മൾ ഫ്രൈ ചെയ്തു, എന്നിട്ട് പൗഡർഡ് ഷുഗർ വെച്ചിട്ട് ഡസ്റ്റ് ചെയ്തു. ഇതിങ്ങനെ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ആഴ്ച നല്ല സുഖമായിട്ട് കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നല്ല ക്രഞ്ചിയാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.